ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോമാണ് കണ്ടത്, DTFT. ഞാൻ പറഞ്ഞു ഇപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു. അത് ഒരു സിഗ്നലിനെ ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിനാണ് അപ്ലൈ ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിലേക്ക് വന്നു. സെറ്റ് ട്രാൻസ്ഫോമിൽ നമ്മളത് സെറ്റ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ നമ്മൾ കൺവേർഷന് വേണ്ടിയിട്ട്, അതായത് ഒമേഗ ഡൊമെയിനിലേക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തു. ഫൊറിയർ ട്രാൻസ്ഫോം തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തപ്പോൾ അത് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോമായി. ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം DTFT. സോ അതൊരു സിഗ്നലിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ XN എന്നൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, സോ ഫ്രീക്വൻസി അനാലിസിസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറും കൂടിയാണ്. പക്ഷേ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒമേഗ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൽ ഒരുപാട് കമ്പ്യൂട്ടേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ഒമേഗ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ ഡിജിറ്റൽ സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിജിറ്റൽ സിസ്റ്റങ്ങളെല്ലാം സാമ്പിൾ ചെയ്ത് ആണ് ഒരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ സിഗ്നൽ കൺവേർഷനിലൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ കറക്റ്റ് പീരീഡ്സിൽ കറക്റ്റ് ടൈം ഡിഫറൻസിൽ സിഗ്നലിനെ സാമ്പിൾ ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഡിജിറ്റൽ സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ്. പക്ഷേ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് ആക്കുമ്പോൾ അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ ആയിട്ട്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഈ സാമ്പിളിങ്ങും പ്രോസസ്സിങ്ങും നടക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഡിജിറ്റൽ സിസ്റ്റത്തിന് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്തൊരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പാടാണ്. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോമിൽ സിഗ്നൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗയായി മാറുന്നത് കൊണ്ട് അതിനെ ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ സാമ്പിൾ ചെയ്ത് ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ഓഫ് ഒമേഗയാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒത്തിരി തന്നെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിൽ ഒമേഗയുടെ ഓരോ ഫംഗ്ഷനും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഓരോ വാല്യൂസിനും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് വരും. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു 12 പോയിൻ്റ് സിഗ്നലാണെന്ന് വിചാരിക്കുക. അതായത് XN എന്ന സിഗ്നലിന് ഇപ്പോൾ XN എന്നിൻ്റെ വാല്യൂസ് 3 4 5 ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അതേസമയം എന്നിൻ്റെ വാല്യൂ 64 70 ഒക്കെ ആണെങ്കിൽ അത്രയും പോയിൻറ്റ്സ് നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് നമ്മൾ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിൽ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് കൂടും സിഗ്നൽ സൈസ് ലാർജ് ആണെങ്കിൽ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ, അതായത് കാൽക്കുലേഷൻ്റെ ആ ലെവൽ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 എണ്ണമാണ് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം തന്നെ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം, അതൊരു ഡിസ്ക്രീറ്റ് സിഗ്നലിന് വേണ്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോമാണ്. ഫൊറിയർ ട്രാൻസ്ഫോം എന്താ ചെയ്യുന്നത്? ഒരു സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ ഫൊറിയർ ട്രാൻസ്ഫോം ഡിസ്ക്രീറ്റ് സിഗ്നലിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോമായി. ഓക്കെ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അതിന് കണ്ടിന്യൂസ് വാല്യൂ ഓഫ് ഒമേഗയാണ്. ഫ്രീക്വൻസിയുടെ വാല്യൂസ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഡിജിറ്റൽ സിസ്റ്റത്തിന് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡിസ്ക്രീറ്റ് സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മുടെ ഒമേഗ ഡിസ്ക്രീറ്റ് ഫങ്ഷൻസായി മാറി. ഓക്കെ, സോ ആ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓവർകം ചെയ്തു. പക്ഷേ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ DFTയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ DFTയിൽ ഓരോ പോയിൻറ്റിലും അത് കമ്പ്യൂട്ടേഷൻ ആവശ്യമാണ്. ഇപ്പോൾ സിഗ്നൽ സൈസ് ലാർജ് ആണെങ്കിൽ അത്രയും നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് വരും. സോ അത് നമ്മളെ സംബന്ധിച്ചൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് പ്രാക്ടിക്കൽ സിഗ്നൽ എന്ന് പറയുന്നത് 4 പോയിൻറ്റോ 8 പോയിൻറ്റോ ഒന്നും ആവില്ല. 8 വാല്യൂ 4 വാല്യൂ 6 വാല്യൂ ഒന്നും ആവില്ല XN.
അത് ചിലപ്പോൾ ഒരു 1000 നമ്പേഴ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓരോ പോയിൻറ്റും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഷൻ സൈസ് ലാർജ് ആവുകയാണ്, മെമ്മറി റിക്വയർഡ് ലാർജ് ആവുകയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം അൽഗോറിതംസ് കൊണ്ടുവന്നു. ഓക്കെ, ഈ കമ്പ്യൂട്ടേഷനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കാൽക്കുലേഷൻസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല അൽഗോറിതംസ് കൊണ്ടുവന്നു. ഓക്കെ, ആ അൽഗോറിതംസിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, നമ്മൾ DTFT, DFT ആൻഡ് FFT. അപ്പോൾ DTFTയുടെ ഡെഫിനേഷനും പ്രോപ്പർട്ടീസും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം DFTയുടെ ഡെഫിനേഷൻ എന്താണെന്നും പ്രോപ്പർട്ടീസ് എന്താണെന്നാണ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് നമുക്ക്, ഇത് ചാപ്റ്റർ 5 ആണ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് DFT കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം പഠിച്ചപ്പോഴും ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചപ്പോഴും DTFT ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം പഠിച്ചപ്പോഴും ഡെഫിനേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്ത് പോന്നു. അതിൽ സെറ്റ് ട്രാൻസ്ഫോമും ലാപ്ലേസ് ട്രാൻസ്ഫോമും ജസ്റ്റ് പ്രോബ്ലം എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ DFTയുടെ കേസ് അങ്ങനെയല്ല. DFTയുടെ കേസിൽ നമ്മൾ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ DFT നമ്മൾ 2 രീതിയിലുള്ള DFT ആണ് ഡിസ്കസ് ചെയ്യുക, 4 പോയിൻറ്റ് DFTയും 8 പോയിൻറ്റ് DFTയും. ഓക്കെ, ഇത് രണ്ടും പ്രോബ്ലംസ് ചോദിക്കാം, കാരണം നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടേഷൻ ടെക്നിക്കിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് എന്തായാലും പഠിക്കണം. ഇതിൻ്റെ പ്രോബ്ലം അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമ്മളാകെ ഡെഫിനേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം. ആ ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു. ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിസ്ക്രീറ്റ് സിഗ്നൽസിൻ്റെ DTFTയുടെ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ, ഒരു ഡിസ്ക്രീറ്റ് ഫംഗ്ഷനിലുള്ള അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗനെ അനാലിസിസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ DFT എന്താ ചെയ്യുന്നത്, DTFT കഴിഞ്ഞിട്ടുള്ളൊരു സിഗ്നലിനെ, ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം ആയിട്ടുള്ളൊരു സിഗ്നലിനെ n യൂണിഫോം ഇൻ്റർവെൽസിൽ സാമ്പിൾ ചെയ്ത് അതിനെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ DFT നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് K എന്നൊരു കോംപ്ലക്സ് നമ്പറിലാണ്. ഓക്കെ, ഒരു കോംപ്ലക്സ് വേരിയബിളിലാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്തത് ഫോർ x ഓഫ് K ആയിട്ട്. ഓക്കെ, നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്തപ്പോൾ x(e⁻j⍵) ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇവിടെ DFT ചെയ്യുമ്പോൾ അതൊരു കോംപ്ലക്സ് വേരിയബിളിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത് x ഓഫ് K ഫോർ K വാല്യൂ റേഞ്ചിങ് ഫ്രം 0 to n-1. സോ ഇറ്റ്സ് എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഒരു ഫേസും ഉണ്ട്. x ഓഫ് K ആണ്. K എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഫേസും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് K നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്നും, ഫേസ് വേഴ്സസ് K നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് ഫേസ് സ്പെക്ട്രം എന്നും പറയുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. DFTയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ K വാല്യൂസിനും അത് കമ്പ്യൂട്ട് ചെയ്യേണ്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ലാർജ് സൈസ് സിഗ്നൽ ആകുമ്പോൾ നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് കൂടും. സോ ഇതിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം അൽഗോറിതംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അൽഗോറിതംസിനെ ജനറലൈസ് ചെയ്ത് വിളിക്കുന്ന പേരാണ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. അതായത് നമുക്കറിയാം x ഓഫ് Kനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. x ഓഫ് K ഡിസ്ക്രീറ്റ് സിഗ്നലാണ്, അപ്പോൾ സമ്മേഷനാണ് സിഗ്മ n ടെൻഡിങ് ഫ്രം 0 to n-1 x ഓഫ് n e⁻²-2πk by capital N into small n, 2πkn by capital N for K values ranging from 0 to n-1. ഒന്ന് നോക്കൂ, നമ്മുടെ സിഗ്നൽ x ഓഫ് n ആണ്, സമേഷൻ റേഞ്ച് ചെയ്യുന്നതും n = 0 to n-1 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്നിൻ്റെ വാല്യൂസ് അവിടെ മാറ്റിക്കൊണ്ട് ഓരോ വാല്യൂസ് കാണും. x ഓഫ് എന്നിന് പല വാല്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ n വാല്യൂസിനും x ഓഫ് K വാല്യൂസ് വരുന്നുണ്ട്. എൻ്റെ കമ്പ്യൂട്ടേഷനിൽ ഇത്രയും കാര്യങ്ങൾ വരും. ആദ്യം നമ്മൾ x ഓഫ് n e⁻j⁴n by capital N, അതിൽ ആ സ്മോൾ എന്നിന് പല വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു
എക്സ്പ്രഷൻ വേണം. ആ എക്സ്പ്രഷനിലേക്ക് കെ വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂ കെയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തുകൊണ്ടാണ് ലാസ്റ്റ് നമുക്ക് എക്സ് ഓഫ് കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു summation n tending from 0 to n minus 1 x of n e raised to minus j 2 pi k by capital N into small n. എന്നു സ്മോൾ എൻ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് എൻ വാല്യൂസ് ഡിസ്ക്രീറ്റ് സിഗ്നലിൻ്റെ എൻ വാല്യൂസ്. കെ ഡിനോട്ട് ചെയ്യുന്നത് എന്താ? കോംപ്ലക്സ് വേരിയബിൾസ് കൊടുക്കാനായിട്ടുള്ള കെ 0 to n minus 1 വരെ റേഞ്ച് ചെയ്യുന്ന വാല്യൂസ്. ക്യാപിറ്റൽ എൻ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്. ഓക്കെ, സോ ഇനി ഇൻവേഴ്സ് ഡി എഫ് ടിയുടെ എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 by capital N summation k equal to 0 to n minus 1 x of k e raised to j 2 pi k n by capital N for n values ranging from 0 to n minus 1. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോം, സെറ്റ് ട്രാൻസ്ഫോം, ഡി എഫ് ടി മൂന്നെണ്ണത്തിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചു. ടേബിളർ കോളത്തിലേക്ക് ആക്കാൻ പറഞ്ഞിരുന്നു. അതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളൊരു ഡബിൾ സൈഡഡ് ആയിട്ടുള്ള ഒരു A4 സൈസുള്ള ഷീറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ്, സെയിം രീതിയിൽ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയ ഡിഫറൻസ് മാത്രം ചിലതിലുണ്ടാകും. ഓക്കെ, ലീനിയാരിറ്റി അഗെയിൻ വെയ്റ്റഡ് സം ഓഫ് ദി ഇൻപുട്സ് തരുന്ന ട്രാൻസ്ഫോംസ് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട്സും വെയ്റ്റഡ് സം ആയിരിക്കും. സോ x1 ഓഫ് എന്നിൻ്റെ ഡി എഫ് ടി x1 ഓഫ് കെയും x2 ഓഫ് എന്നിൻ്റെ ഡി എഫ് ടി x2 ഓഫ് കെയും ആണെങ്കിൽ A1 x1 ഓഫ് n പ്ലസ് A2 x2 ഓഫ് n എൻ്റെ ഡി എഫ് ടി എന്ന് പറയുന്നത് A1 x1 ഓഫ് കെ പ്ലസ് A2 x2 ഓഫ് കെ ആയിരിക്കും. പ്രൂഫ് വേണ്ട, ജസ്റ്റ് പ്രോപ്പർട്ടീസ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ലിസ്റ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് ഡി എഫ് ടി എന്നൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ പ്രൂഫിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്തത് പീരിയോഡിസിറ്റി ആണ്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെൻ പീരിയോഡിക്കലി വിത്ത് സാമ്പിൾ ഒമേഗ ആയിരുന്നു. ഡി ടി എഫ് ടിയിൽ നമ്മൾ പീരിയോഡിസിറ്റി പഠിച്ചിട്ടുണ്ട്. 2 പൈയിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന്. സർക്കുലർ ഷേപ്പിലാണ് വരിക. 2 പൈയിൽ അത് റിപ്പീറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി ഡി ടി എഫ് ടിയിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡി എഫ് ടി പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് n സാമ്പിൾസ് ആണ്. ഓക്കെ, ഡി എഫ് ടിയുടെ പീരിയോഡിസിറ്റി n ആണ്. ഡി ടി എഫ് ടിയിൽ 2 പൈ ആയിരുന്നു. ഡി എഫ് ടിയിൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് n ആണ്. n സാമ്പിൾസ് കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നു. സോ എക്സ് ഓഫ് n പ്ലസ് ക്യാപിറ്റൽ N ൻ്റെ വാല്യൂ എക്സ് ഓഫ് n ആയിരിക്കും. എക്സ് ഓഫ് n പ്ലസ് ക്യാപിറ്റൽ, അതായത് n സാമ്പിൾസ് കഴിഞ്ഞിട്ടുള്ള എക്സ് ഓഫ് എൻ്റെ വാല്യൂ ആദ്യത്തെ എക്സ് ഓഫ് എൻ്റെ വാല്യൂ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ എക്സ് ഓഫ് 1ൻ്റെ വാല്യൂ 5 ആണെങ്കിൽ എക്സ് ഓഫ് 5യുടെ വാല്യൂ 5 ആയിരിക്കും. 1 + 4ൻ്റെ വാല്യൂസും 5 ആയിരിക്കും. എക്സ് ഓഫ് 2ൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കും. എക്സ് ഓഫ് 2ൻ്റെ വാല്യൂ 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് 4 ആണെന്ന് വിചാരിക്കുക. അതായത് ക്യാപിറ്റൽ N 4 ആണെങ്കിൽ എക്സ് ഓഫ് 2 1 ആണെങ്കിൽ പിന്നെ 2 + 4 എക്സ് ഓഫ് 6 എന്ന് പറയുന്നതും 1 ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ക്യാപിറ്റൽ N ആണ് അതിൻ്റെ പീരിയോഡിസിറ്റി. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡി എഫ് ടിയും പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് n ആയിരിക്കും. എക്സ് ഓഫ് കെ പ്ലസ് ക്യാപിറ്റൽ N എക്സ് ഓഫ് കെ ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ സർക്കുലർ ടൈം ഷിഫ്റ്റ്. അതായത് m യൂണിറ്റ്സ് അതിൻ്റെ ടൈമിൽ ഷിഫ്റ്റ് ചെയ്താൽ അതിൻ്റെ ഡി എഫ് ടി സീക്വൻസ് എന്ന് പറയുന്നത് e⁻² π k m/n ആണ്. e⁻² π k m/n ആയിട്ട് മൾട്ടിപ്ലൈഡ് ആയിരിക്കും. ടൈമിൽ m യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡി എഫ് ടി സീക്വൻസ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എക്സ് ഓഫ് കെ ഇൻറ്റു ആദ്യം കണ്ടുപിടിച്ച എക്സ് ഓഫ് കെ അൺഷിഫ്റ്റഡ് ആയിട്ടുള്ള എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ ആണ് എക്സ് ഓഫ് കെ. പിന്നെ m യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് കെ ഇൻറ്റു e⁻² π k m/N ആയിരിക്കും. ഓക്കെ, ടൈം റിവേഴ്സൽ എക്സ് ഓഫ് എന്നിൻ്റെ ഡി എഫ് ടി എക്സ് ഓഫ് കെ ആണെങ്കിൽ ടൈം റിവേഴ്സ് ചെയ്യുന്നതിന് n നെഗറ്റീവ് ആവുക, എക്സ് ഓഫ് -n വരാം. ഓക്കെ, എക്സ് ഓഫ് n മൈനസ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n മൈനസ് കെ. നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ലീനിയർ ആണെങ്കിൽ നമുക്ക് -n കൊടുത്താൽ മതി. ഇവിടെ എന്തുകൊണ്ടാണ് ഇറ്റ്സ് എ സർക്കുലേറ്റിംഗ് n സാമ്പിൾസിൽ പീരിയോഡിക് ആയിട്ടുള്ള സിഗ്നലാണ്. സോ എക്സ് ഓഫ് ക്യാപിറ്റൽ N മൈനസ് സ്മോൾ n
is equal to x of n minus k. അടുത്തത് സർക്കുലർ ഫ്രീക്വൻസി ഷിഫ്റ്റ്. സോ ഫ്രീക്വൻസിയിലും, അതായത് ഓൾറെഡി ഒരു സിഗ്നൽ e⁻²πk/n വെച്ചിട്ട് മൾട്ടിപ്ലൈഡ് ആയിട്ടുണ്ട് എങ്കിൽ, ക്ലിയർ അല്ല അല്ലേ അത് ഞാൻ സെപ്പറേറ്റ് തരാം. ഓക്കെ, വാല്യൂസ് ക്ലിയർ അല്ല. വാല്യൂ എഴുതിയെടുത്തോളൂ. സർക്കുലർ ഫ്രീക്വൻസി ഷിഫ്റ്റിൽ എക്സ് ഓഫ് എൻ ഇൻറ്റു ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ ഇൻറ്റു J2πmn/N, m small n by capital N, e⁻J2πm ഇൻറ്റു n ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. അതിൻ്റെ, അതായത് നമ്മൾ സിഗ്നലിന് നമ്മൾ ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഡി എഫ് ടി എന്ന് പറയുന്നത് m യൂണിറ്റ്സ് ഷിഫ്റ്റഡ് ആയിരിക്കും, സർക്കുലർലി ഷിഫ്റ്റഡ് ആയിരിക്കും. എക്സ് ഓഫ് കെ മൈനസ് എം ഓഫ് എൻ. ഓക്കെ, എക്സ് ഓഫ് എന്നിൻ്റെ എക്സ് ഓഫ് കെ ആണ് നമ്മൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഫ്രീക്വൻസി വെച്ച് ഒരു സിഗ്നൽ വെച്ച് ഫ്രീക്വൻസി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ e⁻J2πmn/N വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അത് സർക്കുലർലി ഷിഫ്റ്റഡ് ബൈ m യൂണിറ്റ്സ് ആയിരിക്കും, എക്സ് ഓഫ് കെ മൈനസ് എം ആയിരിക്കും. അടുത്ത ഇത് നമുക്ക് രണ്ട് സിഗ്നലുണ്ട്, x1 x2, രണ്ട് ഡിസ്ക്രീറ്റ് സീക്വൻസസ് ആണ്. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡി എഫ് ടി കാണുക എന്നാണെങ്കിൽ ഡി എഫ് ടി ഓഫ് x1 ഇൻറ്റു x2 ആണെങ്കിൽ അതെന്ന് പറയുന്നത് അതിൻ്റെ 1/N സർക്കുലർ കോൺവല്യൂഷൻ ഓഫ് x1 x2. ഓക്കെ, 1/N ഇൻറ്റു സർക്കുലർ കോൺവല്യൂഷൻ ഓഫ് x1 ഇൻറ്റു x2. ഇനി ഓൾറെഡി സർക്കുലർ കോൺവല്യൂഷൻ ചെയ്യുന്നൊരു സിഗ്നലിൻ്റെ ഡി എഫ് ടി ആണെങ്കിൽ നമുക്കറിയാം x1 സർക്കുലർ കോൺവല്യൂഷൻ x2 ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ m ടെൻഡിങ് ഫ്രം 0 to n-1 x1 x2 n-m ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സർക്കുലർ കോൺവല്യൂഷൻ്റെ ഫോർമുല. അതിൻ്റെ ഡി എഫ് ടി എന്ന് പറയുന്നത് x1 ഇൻറ്റു x2 ആണ്. ഓക്കെ, അടുത്തത് പാസവേഴ്സ് റിലേഷൻ. പാസവേഴ്സ് റിലേഷൻ നമുക്ക് പഠിക്കണം, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. x1 ഡി എഫ് ടി x1 x2 ഡി എഫ് ടി x2 ആണ് എങ്കിൽ സിഗ്മ n ടെൻഡിങ് ഫ്രം 0 to n-1 x1 conjugate of x2 is equal to 1/N sigma n k tending from 0 to n-1 x1 x2 conjugate of x2. ഓക്കെ, പാസവേഴ്സ് റിലേഷൻ എല്ലാത്തിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ടാബ്ലറ്റ് കോളം എഴുതി പഠിക്കാം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡി എഫ് ടി ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പക്ഷെ അത് എഴുതി പിടിപ്പിക്കണം കേട്ടോ. എക്സ് ഓഫ് എന്നിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെറ്റ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? സിഗ്മ n ടെൻഡിങ് ഫ്രം 0 to n-1 എക്സ് ഓഫ് n സെറ്റ് റേസ് ടു -n. ഇനി ഡി എഫ് ടിയുടെ ഡെഫിനിഷൻ എന്താണ്? സിഗ്മ n ടെൻഡിങ് ഫ്രം 0 to n-1 എക്സ് ഓഫ് n. സെഡിൻ്റെ സ്ഥാനത്ത് നമുക്കുള്ളത് e⁻J2πk/N ഇൻറ്റു സ്മോൾ n ആണ്. e⁻J2πk/N ഇൻറ്റു സ്മോൾ n. ഓക്കെ, അപ്പോൾ ഇതിന് നോക്കുക, എക്സ് ഓഫ് n രണ്ടിലും കോമൺ ആണ്. സെഡിൻ്റെ സ്ഥാനത്ത് സെഡ് റേസ് ടു -n, അപ്പോൾ മൈനസും എന്നും മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണുള്ളത്? e⁻J2πk/N. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ വാല്യൂ e⁻J2πk/N ആകുന്ന കണ്ടീഷനിൽ ഓക്കെ നമുക്ക് കിട്ടുന്ന ഡി എഫ് ടി എന്തായിരിക്കും? സെറ്റ് ട്രാൻസ്ഫോം ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ് ട്രാൻസ്ഫോം ആൻഡ് ഡി എഫ് ടി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നോട്ട് എഴുതി പഠിക്കണം കേട്ടോ. ശരി.